ഹലോ എല്ലാവർക്കും MS05 ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് 10 സർക്കിൾസ് ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: പ്രൂവ് ദാറ്റ് ദ ആംഗിൾ ഫോംഡ് ബൈ ദ കോഡ് ആൻഡ് ദ ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ഫോംഡ് ബൈ ദ 2 അതർ കോഡ്സ് സച്ച് ദാറ്റ് ദ 3 കോഡ്സ് ഫോം എ ട്രയാങ്കിൾ. ഇവിടെ കോഡും ടാൻജൻറ്റും ഫോം ചെയ്യുന്ന ആംഗിൾ, പക്ഷേ നമ്മളോട് ടാൻജൻറ്റ് വരയ്ക്കുന്നു. റഫ് ഫിഗറാണ് കേട്ടോ. നിങ്ങൾ ഇത് സർക്കിൾ റഫായിട്ടാണ് വരച്ചത്, പക്ഷേ നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ കോമ്പസ് തന്നെ വരയ്ക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആദ്യം പറയേണ്ട ഈ ആംഗിൾ, ഇവ രണ്ടുപേരുടെ ഇടയ്ക്ക് നമുക്ക് പേരും കൊടുക്കാം. ABC, ഈ ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുക്കാം. ഇത് D എന്നും കൊടുക്കാം. ഇത് സർക്കിളിൻ്റെ സെൻറ്റർ ആണെന്ന് നമ്മൾ പറയുന്നു. ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ, ഈ ആംഗിൾ ഈക്വൽ ടു ദ ആംഗിൾ ഫോംഡ് വിത്ത് 2 അതർ കോഡ്സ്, ഈ 2 അതർ കോഡ്സ് ഫോം ചെയ്യുന്ന ആംഗിൾ ഇവിടുത്തെ ഈ ആംഗിളിനോട് ഈക്വൽ ആയിരിക്കണം. സച്ച് ദാറ്റ് ദ 3 കോഡ്സ് ഫോം എ ട്രയാങ്കിൾ, ഈ 3 കോഡ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നല്ലോ. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ആദ്യം നമ്മളിതിലോട്ട്, ഇത് കൺസ്ട്രക്ഷനാണ് കേട്ടോ. നമ്മൾ ആദ്യം റേഡിയസ് ജോയിൻ ചെയ്യണം. കൺസ്ട്രക്ഷൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ഡോട്ടർ ലൈനിൽ വരയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഗിവൺ പാർട്ട് എഴുതാം. ഗിവൺ പാർട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ ആംഗിൾ BCD ഈസ് ദ ആംഗിൾ formed between the chord and the tangent. And angle BAC is the angle, BAC എന്ന angle is formed between കോഡ്സ് AB ആൻഡ് CD. ABക്കും CDക്കും ഇടയിലുള്ള ഇതാണ് നമ്മൾ പറയുന്നു. അടുത്ത സ്റ്റെപ്പ് ടു പ്രൂവ്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് നമ്മൾ എഴുതണം. ഒരു പ്രൂഫ് എഴുതുമ്പോൾ ഈ സ്റ്റെപ്പൊക്കെ അനിവാര്യമാണ്. അത് ടു പ്രൂവിൽ നമ്മൾ എഴുതുന്നത് വെച്ചാൽ എഴുതേണ്ടത് ആംഗിൾ DBC, ഈ ആംഗിൾ DBC ആംഗിൾ BACയുടെ തുല്യമായിരിക്കണം. ഈ ആംഗിളിൻ്റെ തുല്യമായിരിക്കണം. ഈ 2 ആംഗിൾ ഞാൻ മാർക്ക് ചെയ്ത 2 ആംഗിൾ കണ്ടല്ലോ, ആംഗിൾ BACയുടെ തുല്യമാണ്. കൺസ്ട്രക്ഷൻ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്ട്രക്ഷൻ പാർട്ടി നമ്മൾ എഴുതുന്നു സെൻറ്റർ. ജോയിൻ OB ആൻഡ് OC. ഓക്കെ, നമ്മൾ OB OC ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രൂഫാണ് എഴുതാൻ പോണത്. പിന്നെ ആൻഡ് OB ആൻഡ് OC റേഡിയസ് ഒന്നും നമുക്ക് വേണമെങ്കിൽ എഴുതാം. അടുത്ത പ്രൂഫ് സെക്ഷൻ. ലെറ്റ് us say ആംഗിൾ DBC ഈക്വൽ ടു തീറ്റ. ആംഗിൾ DBC തീറ്റ ആയിക്കോട്ടെ. ഇവിടെ തന്നിരിക്കുന്ന ഈ ആംഗിൾ DBC ഇത് തീറ്റ എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത് പറഞ്ഞു വെച്ചാൽ OB പെർപെൻഡിക്കുലർ ടു BD. ഫിഗറിൽ BD കാണുന്നുണ്ടല്ലോ, BD. OB BDയുടെ പെർപെൻഡിക്കുലറാണ്. കാരണം നമുക്കൊരു തിയറം പഠിച്ചിട്ടുണ്ട്, ദ ടാൻജൻറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ടു ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ടു റേഡിയസ് എന്നാണ് ഇതിൻ്റെ റീസൺ. ടാൻജൻറ്റ് റേഡിയസിൻ്റെ പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ആംഗിൾ OBD 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ആംഗിൾ DBC തീറ്റയായാൽ ഇതിന്, അപ്പോൾ ഈ ആംഗിൾ 90 മൈനസ് തീറ്റ ആകുമല്ലോ. കാരണം സൈഡിലൊരു സ്ഥലം വരയ്ക്കാം. തീറ്റ പ്ലസ് 90 മൈനസ് തീറ്റ ഈക്വൽ 90. അല്ല, ആ ആംഗിൾ നമുക്ക് X ആയിട്ട് എടുക്കാം കേട്ടോ. ഈ തന്നിട്ടില്ലാത്ത ആംഗിൾ X ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ X എന്ന് ഉദ്ദേശിക്കുന്നത് OBC ആണ് കേട്ടോ. ഈ OBC നമ്മൾ X ആയിട്ട് എടുത്താൽ നമുക്കിവിടെ കിട്ടുന്നത് X ഈക്വൽ 90 മൈനസ് തീറ്റ. അപ്പോൾ ആംഗിൾ OBC എന്ന് വെച്ചാൽ 90 മൈനസ് തീറ്റയാണ്. കാരണം 90 മൈനസ് തീറ്റ പ്ലസ് തീറ്റ കൂടെ കൂടുമ്പോൾ മൈനസ് തീറ്റയും പ്ലസ് തീറ്റയും ക്യാൻസലായിട്ട് അവസാനം 90 ഡിഗ്രി വരും. അതുകൊണ്ടാണ് നമ്മൾ 90 മൈനസ് തീറ്റ എന്ന് എഴുതുന്നത്. ഞാൻ മനസ്സിലായല്ലോ, രണ്ടും കോംപ്ലിമെൻ്ററി ആംഗിൾസാണ്.
പിന്നെ ഒ ബി ഒ സിയുടെ ഈക്വൽ ആണ് നമുക്കറിയാമല്ലോ. കാരണം എന്താ, റേഡിയൈ ഓഫ് സെയിം സർക്കിൾ. റേഡിയൈ ഓഫ് സെയിം സർക്കിൾ ഇവിടെ നോക്കാം, രണ്ടും റേഡിയൈ. ഇത് 90 മൈനസ് തീറ്റയാണ് നമുക്ക് പറയാമെങ്കിൽ ഇത് 90 മൈനസ് തീറ്റയാണ്. ഇൻ ട്രയാങ്കിൾ ഒ ബി സി ആംഗിൾ ബി ഒ സി പ്ലസ് 90 മൈനസ് തീറ്റ പ്ലസ് 90 മൈനസ് തീറ്റ ഈക്വൽ 180 ഡിഗ്രി. ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ഇത് നമ്മൾ കൊച്ചുനാളിലെ പഠിക്കുന്നതാണ്. ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി 90 90 180 ആണ്. ഇത് രണ്ടും വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് ആംഗിൾ ബി ഒ സി 2 തീറ്റ കിട്ടും. ഇത് ഈ ആംഗിൾ ബി ഒ സിയിൽ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, 2 തീറ്റയാണ്, 2 തീറ്റ. അപ്പോൾ ആംഗിൾ ബി എ സി തീറ്റയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ആംഗിൾ ഫോംഡ് അറ്റ് എനി പോയിന്റ് ഓഫ് എ സർക്കിൾ അതർ ദാൻ ദ സെൻറ്റർ ഈസ് ഹാഫ് ഓഫ് ദ ആംഗിൾ ഫോംഡ് ബൈ ദ കോഡ് അറ്റ് ദ സെൻറ്റർ. ഒരു കോഡ് സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ അത് അതിൻ്റെ പിറകിലുള്ള ആ സെഗ്മെൻറ്റിൽ തന്നെ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും. ഒരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ്, 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, 10ലെ അല്ല. അപ്പോൾ ആംഗിൾ ബി ഒ സി തീറ്റ കിട്ടിയല്ലോ. സോ ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ബി ഒ സി ബൈ 2 ഈക്വൽ 2 തീറ്റ ബൈ 2. അപ്പോൾ ആംഗിൾ എ ബി സി തീറ്റയാണ്. കാരണം ആംഗിൾ ഫോംഡ് അറ്റ് ദ സെൻറ്റർ ഈസ് ഡബിൾ the angle formed at any other point of the segment. ഇപ്പോൾ നമുക്ക് പ്രൂഫ് പാർട്ട് കിട്ടിയിരിക്കുന്നു. സോറി, ആംഗിൾ എ ബി സി അല്ല കേട്ടോ, ആംഗിൾ ബി എ സി ആണ്. ആംഗിൾ ബി എ സി തീറ്റയാണ്, ആംഗിൾ ഡി ബി സി തീറ്റയാണ്. നമുക്ക് പ്രൂഫ് ചെയ്യേണ്ടത് എന്താ, ആംഗിൾ ഡി ബി സി ബി എ സിയുടെ തുല്യമാണെന്നല്ലേ. സോ ദെയർഫോർ ആംഗിൾ ഡി ബി സി ഈക്വൽ ആംഗിൾ ബി എ സി. ഹെൻസ് പ്രൂവ്ഡ്. താങ്ക് യു.